ലോകം വീണ്ടും ഒരു ആയുധബന്ധത്തിന്റെ വക്കിലാണോ? സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2025 പുതിയ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് ആശങ്കാജനകമായ ചില വസ്തുതകളിലേക്കാണ്. ആഗോള സൈനിക ചെലവ് തുടർച്ചയായ 11ാം വർഷവും വർദ്ധിച്ച് $2.887 ലക്ഷം കോടി നിൽക്കുന്നു. ഈ കുതിപ്പിൽ ലോകശക്തികൾക്കൊപ്പം തോളോടു തോൾ ചേർന്ന് ഇന്ത്യയും തങ്ങളുടെ പ്രതിരോധ കവചം ശക്തമാക്കുകയാണ്. $9,210 കോടി, ഏകദേശം $8.67 ലക്ഷം കോടി ചിലവിട്ടുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പണം പ്രതിരോധത്തിനായി നീക്കിവെക്കുന്ന രാജ്യങ്ങളിൽ 5ാമതായി ഇന്ത്യ മാറിയിരിക്കുന്നു. 2025 ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ ബജറ്റിൽ 8.9% ഗണ്യമായ വർധനവാണ് വരുത്തിയത്. കേവലം കണക്കുകളിലെ വർധനവല്ല ഇത്, മറിച്ച് മാറുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതികരണമാണ്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലുണ്ടായ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം മേഖലയിലെ സുരക്ഷാ സാഹചര്യം സങ്കീർണമാക്കി. ഇതിന്റെ ഫലമായി അതിർത്തികളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും നവീകരണത്തിനും ഇന്ത്യ മുൻഗണന നൽകി. ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് സമാന്തരമായി പാകിസ്ഥാനും തങ്ങളുടെ സൈനിക ചെലവ് 11% വർദ്ധിപ്പിച്ച് $1,190 കോടി ചൈനയിൽ നിന്നുള്ള ആയുധക്കരാറുകളാണ് പാകിസ്ഥാന്റെ ബജറ്റ് ഉയർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. ലോകത്തെ മൊത്തം സൈനിക ചെലവിന്റെ 58% കൈയാളുന്നത് ആദ്യ 4 സ്ഥാനങ്ങളിലുള്ള അമേരിക്ക, ചൈന, റഷ്യ, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ്. ഇതിൽ അമേരിക്ക 1ാം സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിലും അവരുടെ ബജറ്റിൽ 7.5% കുറവുണ്ടായതെന്നത് ശ്രദ്ധേയമാണ്. യുക്രൈന് നൽകിയിരുന്ന ഭീമമായ സൈനിക സഹായം നിർത്തലാക്കിയതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ മറുവശത്ത് ചൈന 7.4% വർധനവോടെ 2ാം സ്ഥാനത്തുറച്ചു നിൽക്കുന്നു. ഏഷ്യ പസഫിക് മേഖലയിൽ ചൈന നടത്തുന്ന സൈനിക ശാക്തീകരണം ഇന്ത്യയുൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളെ തങ്ങളുടെ ബജറ്റ് പുനഃക്രമീകരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ശീതയുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ സൈനികവൽക്കരണത്തിനാണ് യൂറോപ്പ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈനിക ചെലവിൽ 14% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധം സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥ ജർമ്മനിയെപ്പോലുള്ള രാജ്യങ്ങളെ തങ്ങളുടെ സൈനിക നയങ്ങൾ മാറ്റിയെഴുതാൻ പ്രേരിപ്പിച്ചു. ആഗോള GDPയുടെ 2.5% രാജ്യങ്ങൾ സൈനികാവശ്യങ്ങൾക്കായി മാറ്റിവെക്കുന്നു എന്നത് ലോകം സമാധാനത്തേക്കാൾ ഉപരിയായി പ്രതിരോധത്തിന് ഊന്നൽ നൽകുന്നു എന്നതിന്റെ തെളിവാണ്. ഇന്ത്യയുടെ ഈ വർദ്ധിച്ച ബജറ്റ് വിഹിതം പ്രധാനമായും വിനിയോഗിക്കുന്നത് സൈന്യത്തിന്റെ നവീകരണത്തിനാണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി തദ്ദേശീയമായി ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിനും ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നു. തേജസ് വിമാനങ്ങൾ, വിമാനവാഹിനി കപ്പലുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയിൽ ഇന്ത്യ നടത്തുന്ന നിക്ഷേപം രാജ്യത്തെ ഒരാഗോള ആയുധ കയറ്റുമതി കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ്. സിപ്രി റിപ്പോർട്ട് നൽകുന്ന സൂചനകൾ വ്യക്തമാണ്. ലോകരാജ്യങ്ങൾക്കിടയിലുള്ള അവിശ്വാസം വർദ്ധിക്കുകയും സമാധാന ചർച്ചകളേക്കാൾ ആയുധബലത്തിന് പ്രാധാന്യം ലഭിക്കുകയും ചെയ്യുന്നു എന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 അയൽരാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ ബജറ്റിലെ വർധനവ് അനിവാര്യമാണ്. എങ്കിലും വികസനാവശ്യങ്ങളും സുരക്ഷാ ആവശ്യങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നത് വരും വർഷങ്ങളിൽ ഇന്ത്യ മുന്നിലുള്ള വലിയ വെല്ലുവിളിയായിരിക്കും. ആഗോളതലത്തിൽ പ്രതിരോധത്തിനായി ചിലവിടുന്ന ഈ ഭീമമായ തുക മാനവികതയുടെ മറ്റടിസ്ഥാന ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കപ്പെട്ടിരുന്നെങ്കിൽ ലോകത്തിന്റെ ചിത്രം മറ്റൊന്നായിരിക്കും എന്ന യാഥാർത്ഥ്യം അപ്പോഴും ബാക്കി നിൽക്കുന്നു.